ഹായ് ഓൾ വെൽക്കം ടു K2CSE. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ 4ൻ്റെ നെക്സ്റ്റ് പാർട്ടാണ് ഫസ്റ്റ് ഓർഡർ ലോജിക്. ആ പേര് പോലെ തന്നെ നമ്മളിതിനെ FOL എന്നും ഡിനോട്ട് ചെയ്യും, ഫസ്റ്റ് ഓർഡർ ലോജിക്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ലോജിക് എന്താണെന്ന് നമുക്ക് നോക്കാം. It is a powerful language that develops information about the object in a more easy way and can also express the relationship between those objects. എന്താണ് അതൊരു ലാംഗ്വേജ് ആണല്ലേ. ഫസ്റ്റ് ഓർഡർ ലോജിക് എന്ന് പറയുന്ന ഒരു പവർഫുൾ ആയിട്ടൊരു ലാംഗ്വേജ് ആണ്. അതായത് ഒരു ഒബ്ജക്റ്റിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് ഈസി ആയിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു പവർഫുൾ ലാംഗ്വേജ് ആണ് ഫസ്റ്റ് ഓർഡർ ലോജിക്. അതുപോലെ ഒരുപാട് ഒബ്ജക്ട്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അതായത് സപ്പോസ് എ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റും ബി എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റും ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഈ ഫസ്റ്റ് ഓർഡർ ലോജിക് എന്ന് പറയുന്ന പവർഫുൾ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് നമുക്ക് എയിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതേപടി ബീനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതേപോലെ എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ബിയിൽ നിന്ന് എയിലേക്കുള്ള റിലേഷൻഷിപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അടുത്ത നെക്സ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്, ഇറ്റ് ഈസ് ദ അനദർ വേ ഓഫ് നോളജ് റെപ്രസെൻറ്റേഷൻ ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഇറ്റ് ഈസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് ദ പ്രപ്പോസിഷണൽ ലോജിക്. നമ്മൾ മുന്നേ പഠിച്ച പ്രപ്പോസിഷണൽ ലോജിക്കിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ നോളജിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ വേറൊരു രീതിക്ക് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കും കൂടിയാണ് ഫസ്റ്റ് ഓർഡർ ലോജിക്. ഇപ്പോൾ ഈ ഫസ്റ്റ് ഓർഡർ ലോജിക്കിൻ്റെ മറ്റൊരു പേരാണ് പ്രെഡിക്കേറ്റ് ലോജിക് അല്ലെങ്കിൽ ഫസ്റ്റ് ഓർഡർ പ്രെഡിക്കേറ്റ് ലോജിക്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പ്രെഡിക്കേറ്റ് ലോജിക് ഓർ ഫസ്റ്റ് ഓർഡർ പ്രെഡിക്കേറ്റ് ലോജിക്. ഇനി എന്താ പറയുന്നത്, ഫസ്റ്റ് ഓർഡർ ലോജിക് ഡസ് നോട്ട് ഓൺലി അസ്യൂം ദാറ്റ് ദ വേൾഡ് കണ്ടെയ്ൻ ഫാക്ട് ലൈക്ക് പ്രപ്പോസിഷണൽ ലോജിക് ബട്ട് ഓൾസോ അസ്യൂം ദ ഫോളോയിങ് തിങ്സ് ഇൻ ദ വേൾഡ്. അതായത് നമ്മുടെ പ്രപ്പോസിഷണൽ ലോജിക്സിൽ പ്രപ്പോസിഷൻസ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളായിരുന്നു. അപ്പോൾ അവിടെ ആ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഫസ്റ്റ് ഓർഡർ ലോജിക് വെച്ച് റിപ്രസെൻറ്റ് ചെയ്യുമ്പം റാദർ ദാൻ പ്രപ്പോസിഷണൽ ലോജിക്കിൽ ഉപയോഗിച്ച ഫാക്റ്റ് അല്ലാണ്ട് ബാക്കിയുള്ള ഫോളോയിങ് തിങ്സിന് കുറച്ച് കാര്യങ്ങൾ പറയും, അതും കൂടി ഫസ്റ്റ് ഓർഡർ ലോജിക്കിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ലോജിക് എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു പവർഫുൾ ലാംഗ്വേജ് ആണ്. രണ്ട് ഒബ്ജക്റ്റിൻ്റെ അകത്തുള്ള ഇൻഫർമേഷൻസിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഒബ്ജക്റ്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പും പറയുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഉപയോഗിക്കുന്ന ഒരു നോളജ് റെപ്രസെൻറ്റേഷൻ മെത്തേഡാണ്. ഇതിനെ പ്രെഡിക്കേറ്റ് ലോജിക് അല്ലെങ്കിൽ ഫസ്റ്റ് ഓർഡർ പ്രെഡിക്കേറ്റ് ലോജിക് എന്ന് പറയുന്നു. പ്രപ്പോസിഷണൽ ലോജിക്കിൽ ഉപയോഗിച്ച മാത്രം ഫാക്ട്സ് അല്ല, അതിന് പുറമെ എക്സ്ട്രാ ഫാക്റ്റുകൾ നമ്മുടെ ഫസ്റ്റ് ഓർഡർ ലോജിക്കിലും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സാണ് ഈ ഒരു പാർട്ടിൽ പറയുന്നത്. ഇനി ഫസ്റ്റ് ഓർഡർ ലോജിക്കിൽ പ്രപ്പോസിഷൻ അല്ലാണ്ട് കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ഒബ്ജക്റ്റ്, ഒന്ന് റിലേഷൻസ്, ഒന്ന് ഫങ്ഷൻസ്. ഇത് എളുപ്പമാണ്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താവാം, എ ബി ഒരു ഒബ്ജക്റ്റാണ്, ഒരു നമ്പർ ഒരു ഒബ്ജക്റ്റാണ്, ഒരു സ്ക്വയർ ഒരു ഒബ്ജക്റ്റാണ്, തിയറീസ് ഒരു ഒബ്ജക്റ്റായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം, പീപ്പിൾസ് നമുക്ക് ഒബ്ജക്റ്റായിട്ട് കൺസിഡർ ചെയ്യാം. റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്തോന്നായിരിക്കും, ഒരു ഒബ്ജക്റ്റിൽ നിന്ന് മറ്റൊരു ഒബ്ജക്റ്റിലേക്കുള്ള അഡ്ജസൻ്റ് ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള ഒരു യൂണറി റിലേഷൻ എന്ന് പറഞ്ഞാൽ 1/1 റിലേഷൻഷിപ്പാണ്. ഇറ്റ് ക്യാൻ ബി എ യൂണറി റിലേഷൻ സച്ച് എസ് റെഡ് അഡ്ജസൻറ്റ് ബിറ്റ്വീൻ ഒബ്ജക്റ്റ്. റെഡ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇതൊരു ഒബ്ജക്റ്റ് ഇത് തമ്മിലൊരു റിലേഷൻഷിപ്പ് നമ്മളിപ്പം ഇവിടെ റെഡ് എന്ന് യൂസ് ചെയ്ത് നമ്മളിപ്പോൾ എന്തെങ്കിലും സിമ്പിൾസ് വെച്ചിട്ടൊക്കെ റെപ്രസെൻറ്റ് ചെയ്യത്തില്ലേ, ഇതൊരു റെഡാണ്, ഒരു റെഡ് സിമ്പിൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയത്തില്ലേ. അപ്പം മെയിൻ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു യൂണറി റിലേഷൻഷിപ്പ്, അതായത് രണ്ട് ഒബ്ജക്റ്റ് തമ്മിലുള്ള ഒരു യൂണറി റിലേഷൻ, അത്രയും ഓർത്താൽ മതി. ഫങ്ഷൻ എന്ന് പറയുന്നത് ഫാദർ ഓഫ്, ബെസ്റ്റ് ഫ്രണ്ട്, അങ്ങനെ നമ്മൾ പറയത്തില്ലേ, ഇപ്പം സിസ്റ്റർ, മദർ, അങ്ങനത്തതിനെയൊക്കെയാണ് ഫങ്ഷൻസിൽ വരുന്നത്. ഇനി ആസ് എ നാച്ചുറൽ ലാംഗ്വേജ് ഫസ്റ്റ് ഓർഡർ ലോജിക് ഹാവ് 2 മെയിൻ പാർട്ട്. ഒരു നാച്ചുറൽ ലാംഗ്വേജ് എന്ന നിലയിൽ ഫസ്റ്റ് ഓർഡർ ലോജിക്കിന് മെയിൻലി 2 പാർട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് സിൻടാക്സും ഒന്നെന്ന് പറയുന്നത് സിമാൻറ്റിക്കും. അതിൽ നമുക്ക് ആദ്യത്തെ സിൻടാക്സ് ഓഫ് ഫസ്റ്റ് ഓർഡർ ലോജിക് എന്താണെന്ന് നോക്കാം. FOL എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ ലോജിക്കാണ്. സിൻടാക്സ് ഈസ് എ കളക്ഷൻ ഓഫ് സിമ്പിൾ, ഒരു കൂട്ടം സിമ്പലുകളുടെ കളക്ഷനെയാണ് നമ്മൾ സിൻടാക്സ് എന്ന് പറയുന്നത്. ബേസിക് എലമെൻറ്റ്സ് ഓഫ് ഫസ്റ്റ് ഓർഡർ ലോജിക്, അതായത് സിൻടാക്സിൽ വരുന്ന ഫസ്റ്റ് ഓർഡർ ലോജിക്കിലെ ബേസിക് എലമെൻറ്റ്സ് നമുക്ക് നോക്കാം. ഒന്നെന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് 1 2 B C. ഇപ്പോൾ ഒരു പ്ലേസ് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ മദ്രാസ്, ക്യാറ്റ് എന്ന് പറയുന്നൊരു അനിമലാണ്, അതൊരു കോൺസ്റ്റൻ്റ് ആണ്. അമ്മു എന്ന് പറയുന്നൊരു നെയിമാണ്, അതൊരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കാം. വേരിയബിൾസ് നമുക്കറിയാവുന്നതാണ്, ABCXYZNP എന്നൊക്കെ നമ്മൾ കൊടുക്കത്തില്ലേ. സ്മോൾ ലെറ്റേഴ്സിൽ ലെറ്റ് X, ലെറ്റ് Y, ലെറ്റ് N, ലെറ്റ് P, ലെറ്റ് Z അങ്ങനെയൊക്കെ കൊടുക്കത്തില്ലേ.
പ്രെഡിക്കേറ്റ്സ് എന്ന് പറയുന്ന ഈ റിലേഷൻ അല്ലേ, സിസ്റ്റർ, ബ്രദർ, ഫാദർ, അതൊക്കെയാണ് പ്രെഡിക്കേറ്റ്സിൽ വരുന്നത്. ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സ്ക്വയർ റൂട്ട് എടുക്കുക, പവർ കണ്ടുപിടിക്കുക, അതൊക്കെ എക്സാമ്പിൾ. അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. കണക്റ്റീവ്സ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഇത് ആൻഡ്, ഓറ്, പിന്നെ എന്താ ദിസ് സിംപ്ലൈസ്, പിന്നെ ഈ ഒരു സൈനില്ലേ രണ്ട് സൈഡും നമ്മൾ ഈക്വൽ ആണെന്ന് കാണിക്കുന്നത്, ഈക്വൽ ഇൻ ബോത്ത് സൈഡ്. പിന്നെ എന്തുവാ, ഇക്വാലിറ്റിക്ക് നമ്മൾ ഡബിൾ ഈക്വലാണ് കൊടുക്കുന്നത്. ക്വാണ്ടിഫയർ എന്ന് പറയുന്നത് നമ്മൾ ഇത് പറയത്തില്ലേ, ഫോർ എവറി എക്സിസ്റ്റ്, പിന്നെ അങ്ങനത്തെ സിമ്പിൾസൊക്കെ ഇല്ലേ മാത്സിൽ യൂസ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് ക്വാണ്ടിഫയേഴ്സിൽ വരുന്നത്. ദെയർ എക്സിസ്റ്റ്, ഇഫ് ആൻഡ് ഓൺലി ഇഫ്, ആ സിമ്പിൾസൊക്കെ ഇല്ലേ അതൊക്കെയാണ് ക്വാണ്ടിഫയേഴ്സിൽ വരുന്നത്. അപ്പോൾ സിൻടാക്സ് എന്ന് പറയുന്ന ഒരു കൂട്ടം സിമ്പലുകളുടെ കളക്ഷനാണ്. അങ്ങനെ FOL യൂസ് ചെയ്യുന്ന കുറച്ച് സിൻടാക്സുകളാണ് നമ്മൾ പറയുന്നത്. കോൺസ്റ്റൻറ്റ് എന്താണെന്ന് നമ്മൾ നോക്കി, നമ്പേഴ്സ് ആവാം, ഡിജിറ്റ്സ് ആവാം, പ്ലേസ് ആവാം, അനിമൽ ആവാം, നെയിം ആവാം. വേരിയബിൾസ് എന്ന് പറയുന്ന X, Y, N, P അങ്ങനെയുള്ള എല്ലാം വരും. പ്രെഡിക്കേറ്റ്സ് എന്ന് പറയുമ്പോൾ സിസ്റ്റർ, ബ്രദർ, ഫാദർ അങ്ങനത്തെ ഉള്ള റിലേഷൻഷിപ്പാണ് വരുന്നത്. ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ക്വയർ റൂട്ട്, പവർ, റേഷ്യോ, പിന്നെ അങ്ങനത്തെ എന്ത് വേണമെങ്കിലും നമുക്ക് എഴുതാം. കണക്റ്റീവ്സ് എന്ന് പറയുമ്പോഴത്തേനും ആൻഡ് സിമ്പിൾ, ഓർ സിമ്പിൾ, പിന്നെ എന്താ ദിസ് സിംപ്ലൈസ് അങ്ങനത്തെയൊക്കെ വരും. ഈക്വാലിറ്റി, ഡബിൾ ഈക്വൽ. ക്വാണ്ടിഫയർ എന്ന് പറഞ്ഞാൽ ഫോർ എവറി വൺ, അല്ലെങ്കിൽ ഫോർ ദെയർ എക്സിസ്റ്റ്, ഇഫ് ആൻഡ് ഓൺലി ഇഫ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അത്. ഇനി സിൻടാക്സിൽ പറയുന്നത് തന്നെയാണ്, അതായത് FOLൻ്റെ അറ്റോമിക് സെൻറ്റൻസിന് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കണം. സിൻടാക്സിൽ പറയുന്നത് തന്നെയാണ്. അതുപോലെ FOLൻ്റെ കോംപ്ലക്സ് സെൻറ്റൻസിന് ഒരു എക്സാമ്പിൾ നോക്കണം. എളുപ്പമാണ്. ഇപ്പം നോക്കിക്കേ, ഗോപിക ആൻഡ് ജിനു ആർ സിബ്ലിങ്സ്. അപ്പോൾ ഇതിനെ നമുക്ക് അറ്റോമിക് സെൻറ്റൻസിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ, സിബ്ലിങ്സ് എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിനകത്ത് ഗോപിക, ജിനു. കൈസർ ഈസ് എ ഡോഗ്. ഇത് നമുക്ക് എങ്ങനെ അറ്റോമിക് ആക്കാം, ഡോഗ് എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിനകത്ത് കൈസർ, ഇതുപോലെ ഇട്ടാൽ മതി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആര്യ ആൻഡ് ചിന്നു ആർ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഫ്രണ്ട്സ് എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിനകത്ത് ആര്യ, ചിന്നു അങ്ങനെ എഴുതാം. ഇനി അടുത്ത് നോക്കിയേ, FOL കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. ഇപ്പോൾ കോംപ്ലക്സ് സെൻറ്റൻസിൽ പറയുവാണെങ്കിൽ FOLനെ രണ്ട് പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് മുന്നേ അറിയാവുന്ന കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്ന സബ്ജക്റ്റും രണ്ടാമത്തേന്ന് പറയുന്ന പ്രെഡിക്കേറ്റും. എന്താണ് സബ്ജക്റ്റ്? സബ്ജക്റ്റ് ഇസ് ദ മെയിൻ പാർട്ട് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു സ്റ്റേറ്റ്മെൻറ്റിലെ മെയിൻ പാർട്ടിൻ്റെ സബ്ജക്റ്റ് എന്നും, പ്രെഡിക്കേറ്റ് സിംബലൈസ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ റിലേഷൻ, പ്രെഡിക്കേറ്റ് അല്ല റിലേഷനും പറയും. ഫോർ എക്സാമ്പിൾ നോക്കിക്കേ, മാളു ഈസ് എ ഗേൾ. അപ്പോൾ ഇതിലെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് മാളുവാണ്. സോ മാളു സബ്ജക്റ്റും, റിലേഷൻ മാളു ആരാണ് എന്ന് കാണിക്കുന്ന റിലേഷനാണ് ഗേൾ ആണ്, ഈസ് എ ഗേൾ. അപ്പോൾ ഈസ് എ ഗേൾ എന്ന് പറയുന്ന പ്രെഡിക്കേറ്റും. ഇത് നോക്കിക്കേ, ചിന്നു ഈസ് എ ലേഡി. ചിന്നു എന്ന് പറയുന്ന സബ്ജക്റ്റും ഈസ് എ ലേഡി എന്ന് പറയുന്ന പ്രെഡിക്കേറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് സിൻടാക്സിലെ ഫസ്റ്റ് കുറച്ച് പാർട്ടിലുള്ളത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം.